ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ 2026 ആണ്ട് ഗുണകരമായിട്ട് കാണുന്നു. അതിൽ കുറച്ച് ചില ദോഷഫലങ്ങൾ ഒഴിച്ചാൽ കാലം വളരെ ഗുണകരമായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ കർമ്മസ്ഥാനത്തൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയാണ് ഇതിലെടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമം തുടങ്ങി വെക്കുന്ന സമയമാണ്. നിലവിലുള്ള കടബാധ്യത ഒരു പരിധി കൂടുതലാകുമ്പോൾ നിങ്ങൾ സ്വയമേ അതിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിച്ച് അത് കടം വീടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. നിങ്ങൾക്ക് ശത്രുദോഷമൊക്കെ ഒരുവിധം കുറയുന്ന സമയം കൂടിയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. അത് സ്വന്തമായിട്ട് ഗൃഹം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ അല്ലെങ്കിൽ ആ സ്വപ്നം നിറവേറാനൊക്കെ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങളുടെ ചിലവ് തീർച്ചയായിട്ടും വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ്. മരാമത്ത് ചിലവുകളൊക്കെ വർദ്ധിച്ചിരിക്കും. നിങ്ങളുടെ മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നിങ്ങൾ അഹോരാത്രം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. എന്നാൽ അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കുകയും ചെയ്യുന്നൊരു പ്രതിഭാസമുണ്ട്. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും രോഗം നിന്നൊക്കെ മുക്തി ഉണ്ടാവും. അതുപോലെ തന്നെ കടം കൊടുത്തിരിക്കുന്ന ധനം തിരികെ ലഭിക്കുന്ന സന്ദർഭങ്ങളും ജീവിതത്തിൽ വന്നുവിടുന്നതാണ്. വാഹനങ്ങളുടെയോ അല്ല വസ്തുക്കളുടെയോ കൈമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനം ലാഭം പ്രതീക്ഷിക്കാം. വാഹനങ്ങളുമായിട്ടും വസ്തുക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമാണ്. ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച പോലുള്ളൊരു സഹായമൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കൂട്ടു ബിസിനസ്സുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളതുകൊണ്ട് ഷെയർ ബിസിനസ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. തറവാട് സ്വത്തിനെ അതായത് കുടുംബ സ്വത്തിനെ ചൊല്ലി നിലവിലുള്ള തർക്കങ്ങളൊക്കെ അനുകൂലമായി പരിഹരിക്കപ്പെടുന്ന അതിൽ നിന്നൊക്കെ ഭോഗം നിങ്ങളുടെ പാർട്ടീഷൻ നടത്തി നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഭോഗം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഭൂമിയായിട്ടോ ഒക്കെ തറവാടിൻ്റെ ഒരു പാർട്ടീഷൻ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഉദാസീനതയൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ മടിയൊക്കെ ഒന്നും ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല. ചെറിയൊരു മടി നിങ്ങൾക്ക് ഈ സമയത്തുണ്ട് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസം. നിങ്ങൾ എടുത്തു പറയേണ്ട കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. നിങ്ങൾ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ കാര്യമാണ്. പഠനത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നൊരു സമയമാണ്. വാക്കും പ്രവൃത്തിയും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ ശമ്പള വർധനവ് തീർച്ചയായിട്ടും ഒരു ആശ്വാസമായിട്ടൊക്കെ മാറുന്നതാണ് ശമ്പള വർധനവ്. നിങ്ങൾ ധാരാളം ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളും ചിലരുടെ ജീവിതത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ദോഷ സമ്മിശ്രമായിട്ടാണ് പൊതുവെ കാണുന്നതെങ്കിലും ഗുണഫലം നന്നായിട്ടുള്ള സമയമാണ്. എന്താണെന്ന് ചില ചെറിയ ദോഷഫലങ്ങൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒഴിച്ചാൽ കാലം പൊതുവെ ഗുണം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാസാവസാനമൊക്കെ ആകുമ്പോൾ ശത്രുക്കളുടെ മേലിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മടിയൊന്ന് ഒഴിച്ചു വെച്ചാൽ നല്ല സമയമാക്കി നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസം മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ചകൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന് വേണ്ട യഥാവധി വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കും. അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അപ്പോൾ ഭഗവാന്മാരുടെ കാരുണ്യത്താൽ എല്ലാവർക്കും സുഖകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ, ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.